Hotel Joyce Palace Focus. This program is sponsored by Happy Land Water Theme Park Thiruvananthapuram, Regent Lake Palace Hotel, Neetakara, Kollam, Kerala. Periyar Rice. Samson and Sons, Builders and Developers, Trivandrum. Feltron, the future is on. Greeting Al Madina Group, door to freshness. ഫോക്കസിന്റെ മറ്റൊരു അധ്യായത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. ഫോക്കസിന്റെ ഫസ്റ്റ് സെഗ്മെന്റായി സാംസങ് ആൻഡ് സയൻസ് ബിൽഡേഴ്സ് ആൻഡ് ഡെവലപ്പേഴ്സ് അവതരിപ്പിക്കുന്ന ഗെയിം ഷോയിലേക്ക് ഒരു നോട്ടം. നമസ്കാരം, എല്ലാ മാന്യപ്രേക്ഷകർക്കും സാംസങ് ആൻഡ് സയൻസ് ബിൽഡേഴ്സ് ആൻഡ് ഡെവലപ്പേഴ്സിന്റെ ഫോക്കസിലെ പാർപ്പിടം എന്ന സെഗ്മെന്റിലേക്ക് ഹാർദമായ സ്വാഗതം. അതുപോലെ തന്നെ ഒരുപാട് ഫാമിലി, പല ഫാമിലിയിൽ നിന്നുള്ള പല ആളുകൾ എന്നോടൊപ്പം ഉണ്ട്. ഇവരോട് നമുക്ക് വിശേഷങ്ങൾ തിരക്കാം. മോളുടെ പേരെന്താണ്? ഫിയാന. മോന്റെ പേര്? ബിനോയ്. നിഖിൽ. മെർവിൻ. പ്രിയ. ആർദ്ര. അമ്മയുടെ പേര്? ഓക്കെ. എന്ത് ചെയ്യുന്നു ചേട്ടൻ? ഞാൻ ടെക്നോ പാർക്കിൽ വർക്ക് ചെയ്യുന്നു. ഇപ്പം IT മേഖലയിലാണോ? BPO എന്ന് വെച്ചാൽ എന്താണ്? ബാക്ക് ഓഫീസ് അക്കൗണ്ടിങ്. ബാക്ക് ഓഫീസ് എന്ന് പറഞ്ഞാൽ ബാക്ക് ഓഫീസിലാണ് വർക്ക് ചെയ്യുന്നത്. എന്ത് ചെയ്യുന്നു ഇപ്പൊ? സോഫ്റ്റ്വെയറിൽ തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ. ഇൻഫോസിസിൽ വർക്ക് ചെയ്യാണ്. ഓക്കെ. എത്ര നാളാണ് ഇൻഫോസിസിൽ വർക്ക് ചെയ്യാൻ തുടങ്ങിയത്? 7 മാസം. ഓക്കെ. ഏറ്റവും ഇഷ്ടപ്പെട്ട കളർ ഏതാണ്? റെഡ്. ഓക്കെ. ഇവിടെ എന്താണ്? ഇൻഫോസിസിലാണ് കോളേജ് ലെക്ചറാണ്. കോളേജ് ഏത് കോളേജിലെ? പങ്കജസ്തൂരി എഞ്ചിനീയറിംഗ് കോളേജ്. ഓക്കെ. ടീച്ചറാണ്. എവിടുത്തെ ടീച്ചറാണ്? സെന്റ് ഫിലോമിനാസിലെ. ഓക്കെ. ഇവിടെ മോളുടെ എത്ര ക്ലാസ്സിലാണ് പഠിക്കുന്നത്? 6th. അമ്മ വീട്ടമ്മയാണ്. അപ്പൊ ഇവരോട് നമുക്ക് ചോദിക്കാനുള്ളത് ഇത്ര മാത്രമേ ഉള്ളൂ. സാംസങ് ആൻഡ് സയൻസ് ബിൽഡേഴ്സ് ആൻഡ് ഡെവലപ്പേഴ്സ് അവതരിപ്പിക്കുന്ന ഈ പാർപ്പിടം എന്ന സെഗ്മെന്റിൽ വീട്ടിന് അകത്തുള്ള കാര്യങ്ങൾ, വീട്ടിനകത്തുള്ള മുറികളുടെ പേര് അടങ്ങുന്ന രീതിയിലുള്ള പാർപ്പിടം, ആ പാർപ്പിടം എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. കുറെ റൂമുകൾ കാണും. പക്ഷെ നിങ്ങൾ ആഗ്രഹിക്കുന്ന വീടിനുള്ള റൂമുകൾ എന്തൊക്കെയാണ്, റൂമിനകത്ത് കാണുന്ന വസ്തുക്കൾ എന്തൊക്കെയാണ് എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ മലയാളത്തിൽ മാത്രം ഇവർ പറയുക. ഇംഗ്ലീഷ് വാക്ക് പറഞ്ഞാൽ മത്സരത്തിൽ നിന്ന് ഔട്ടാകും. ഇവിടെ സമയം ആരംഭിക്കുന്നത് മലയാളത്തിൽ മാത്രം പറയുക. പാർപ്പിടം, വീട്ടിനകത്ത് കാണുന്ന റൂമുകൾ. ഓക്കെ. റൂമിനകത്ത് എന്തൊക്കെ കാണും അതൊക്കെ എല്ലാം കൂടി ചേർന്ന് മലയാളത്തിൽ മാത്രം. റെഡി? 1 2 3 സ്റ്റാർട്ട്. സ്വീകരണമുറി. ഓക്കെ. ഭക്ഷണമുറി. ഓക്കെ. കിടപ്പുമുറി. അലക്കുമുറി. കുളിമുറി. ഓക്കെ. അടുത്തത് ദൃശ്യ മാധ്യമ സംവിധാന സഹായി. ഏത് ചാനലാണ് കാണുന്നത് കൂടുതലും? ചാനൽ എന്നുള്ളത് ഏഷ്യാനെറ്റ് ചാനൽ എന്നുള്ളത് ഇംഗ്ലീഷ് ആയതുകൊണ്ട് തന്നെ ഇവിടെ സമയം പൂർത്തിയാകുന്നു. ഇവിടെ ബ്ലൂ കളറിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടം? അതെ. ഓക്കെ. വീടിന് ഇഷ്ടപ്പെട്ട കളർ ഏതാണ്? പച്ച. ഓക്കെ. എന്ത് കോസ്റ്റ്യൂമാണ് ഇട്ടേക്കുന്നത്? അതിന്റെ പേരെന്താണ്? മുണ്ട്. ഇതിന്റെ പേരാണ് മുണ്ട്. ഓക്കെ. ശരി. വീട്ടിനകത്ത് ഇപ്പൊ മുണ്ടെല്ലാം വെക്കാൻ വേണ്ടി എവിടെയായിരിക്കും വെക്കുന്നത്? വീട്ടിനകത്ത് വീട്ടിനകത്ത് എറിയാണ് ചെയ്യുന്നത്. എത്ര റൂമുകളുണ്ട്? കാരണം ഇദ്ദേഹം ഇൻഫോസിസിൽ വർക്ക് ചെയ്യാണ്. ഇൻഫോസിസിൽ വർക്ക് ചെയ്യുന്ന വ്യക്തിയുടെ വീട്ടിൽ എത്ര റൂമുകളാണുള്ളത്? എന്ത് എണ്ണി നോക്കിയിട്ട് പറയാനാണ് പറഞ്ഞ സാധനം? ഏത് സ്കൂളിലാണ് പഠിച്ചത്? വിശുദ്ധ മറിയ പാഠശാല. എന്ത് ചോദ്യം ചോദിച്ചാലും, കാരണം ഇത്രയും സമയം എടുത്ത്, കാരണം ഇൻഫോസിസിൽ വർക്ക് ചെയ്യുന്ന ബോസിനെ എന്തായാലും കാണേണ്ട ആവശ്യമുണ്ട്. കാരണം ഒരു പ്രോജക്റ്റിന്റെ ഏൽപ്പിച്ചാൽ ബോസ് ചിലപ്പോൾ മട്ടായി പോവും. പങ്കജ കസ്തൂരിൽ പഠിപ്പിക്കുന്ന അധ്യാപകനാണ്, വളരെ സൗമ്യനാണ്. ആക്ച്വലി വീടെന്ന് പറയുമ്പോൾ എന്തായിരിക്കും ഒരു കോൺസെപ്റ്റ്? മലയാളത്തിൽ ഒന്ന് പറയാമോ? എങ്ങനെയുള്ള വീടാണ് വെക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്? അങ്ങനെയൊന്നുമില്ല, വെറുതെ വിശ്രമിക്കാൻ വേണ്ടി മാത്രമുള്ള ഒന്നാണ് നോക്കുന്നത് വീടിന്? ഉറങ്ങാൻ വേണ്ടി. ഓക്കെ. എങ്ങനെയുണ്ട് നിങ്ങളുടെ കോളേജിന്റെ? എങ്ങനെയാണ് അവിടെ? എത്ര റൂമുകളുണ്ട് കോളേജിൽ? ഒത്തിരി ഉണ്ട്. എന്തുണ്ട്? ഒത്തിരി പറഞ്ഞതുണ്ട്. കോളേജ് ലെക്ചറാണ്. അപ്പൊ തന്നെ ഏത് സ്കൂളിൽ പഠിച്ചിട്ടാണ്, എന്ത് കോഴ്സ് കഴിഞ്ഞിട്ടാണ് ലെക്ചറർ ആയത്? ഉപരിപഠനം കഴിഞ്ഞു. അതാണ് ചോദിച്ചത്, എന്ത് പഠനമാണ് കഴിഞ്ഞത്? അതിന്റെ കോഴ്സിന്റെ പേരെന്താണ്? വെറുതെ കിട്ടിയതാണ്. ഞാൻ ഒന്നും പഠിച്ചിട്ടില്ല. വെറുതെ കിട്ടിയ ഒരു ജോലി. ശരി. എത്ര രൂപ കൈക്കൂലി കൊടുത്തു? ഒന്നും കൊടുത്തിട്ടില്ല. കുട്ടികളെ പ്രധാനമായിട്ട് പഠിപ്പിക്കുന്ന സബ്ജക്ട് എന്താണ്? മലയാളമാണ് പഠിപ്പിക്കുന്നത്.
മലയാളം പഠിപ്പിക്കുന്ന അധ്യാപകൻ, അതും എഞ്ചിനീയറിംഗ് കോളേജിൽ മലയാളം അറിഞ്ഞിടാത്ത കുട്ടികളെ മലയാളം പഠിപ്പിക്കുന്ന അധ്യാപകനാണ് ഈ നിൽക്കുന്നത്. എന്നിട്ടാണ് ഇവിടെ നിന്ന് മലയാളം പറയാൻ വേണ്ടി ഇത്രയധികം ബുദ്ധിമുട്ടുന്നത്. ടീച്ചർ വളരെയധികം ഇതായിട്ട് പറയും വീട്ടിന്റെ കാര്യങ്ങൾ. എന്ത് വിഷയമാണ് പഠിപ്പിക്കുന്നത് സ്കൂളിൽ? ഊർജ്ജതന്ത്രമാണ്. അതിന് സുവോളജി എന്നാണ് പറയുന്നത്, ബയോളജി എന്ന് പറയുന്നത്, കെമിസ്ട്രി എന്നാണ് പറയുന്നത്? ഊർജ്ജതന്ത്രം എന്ന് തന്നെയാണ് പറയുന്നത്. ഓക്കെ, ഊർജ്ജതന്ത്രത്തിൽ സാധാരണ കുട്ടികൾക്ക് മാർക്ക് കുറയുന്ന ഒരു അവസ്ഥയാണ്. SSLC പരീക്ഷയ്ക്ക് ഊർജ്ജതന്ത്രം പരീക്ഷയിൽ വിജയിക്കാനുള്ള എളുപ്പ വഴികൾ എന്തൊക്കെയാണ്? നന്നായി പഠിക്കുക, എഴുതി പഠിക്കുക, പഠിച്ചു വളരുക. ഓക്കെ, എന്താണ് കുക്ക് ചെയ്യാൻ വേണ്ടി? എങ്ങനെയാണ് കുക്കിംഗ്? അരി പാത്രത്തിലിട്ട് വേവിച്ച് ചോറായിട്ട് കഴിക്കും. എന്തൊക്കെ കറികളാണ് ഉപയോഗിക്കുന്നത്? അവിയല്, തോരൻ, പപ്പടം, ഇറച്ചിക്കറി. ഇറച്ചിക്കറി എന്നുള്ളത് ഇംഗ്ലീഷാണ്. യു ആർ ഔട്ട്. ഇതില് രണ്ടുപേര് മാത്രമാണ് ഏറ്റവും നന്നായിട്ട് പ്രകടനം നടത്തിയത്. ഇവർ രണ്ടുപേരുമാണ് ഏറ്റവും നന്നായിട്ട് ഒഴിഞ്ഞു മാറിയത്. സാംസൺ ആൻഡ് സൺസ് ബിൽഡേഴ്സ് ആൻഡ് ഡെവലപ്പേഴ്സ് അവതരിപ്പിക്കുന്ന പാർപ്പിടം സെഗ്മെന്റിൽ വിജയിയായിരിക്കുന്ന ചേട്ടന്റെ പേരെന്താണ്? ബിനോയ്. ചേട്ടൻ നന്നായിട്ട് നല്ല വെളിച്ചെണ്ണ തേച്ച് സംതൃപ്തിയോടെ കുളിക്കുക. സംതൃപ്തിയുടെ വെളിച്ചെണ്ണ, ഒപ്പം പെരിയ റൈസ് ഇതാ മോൾക്ക് സമ്മാനം. ഒപ്പം ടീച്ചറിന് പാർക്കാട് ജുവൽസ് നൽകുന്ന ഗിഫ്റ്റ് വോച്ചർ. ഒപ്പം നിങ്ങൾക്ക് രണ്ടുപേർക്കും ഹാപ്പി ലാൻഡിൽ പോയിട്ട് രണ്ടുപേരും കൂടി ഉല്ലസിക്കാൻ വേണ്ടിയുള്ള ഹാപ്പി ലാൻഡിന്റെ ഡിസ്കൗണ്ട് വൗച്ചേഴ്സ് എന്നിവ കിട്ടിയിരിക്കുകയാണ്. ഇന്നത്തെ അധ്യായം ഇവരിലൂടെ ഇവിടെ അവസാനിക്കുന്നു. അടുത്ത ആഴ്ച വ്യത്യസ്തമായ കുടുംബാംഗങ്ങളുമായി നമുക്ക് കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം. ഹെൽത്ത് പ്ലസ് നമുക്കായി ഒരുക്കുന്നു ദുബായിലെ കോസ്മോപോളിറ്റൻ മെഡിക്കൽ സെന്റർ. നമസ്കാരം. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് ആധുനിക ദന്ത ചികിത്സാ രീതികളെക്കുറിച്ചാണ്. ദന്ത ചികിത്സാ രീതികളിൽ ഏറ്റവും കൂടുതൽ ചെയ്തു വരുന്ന ചികിത്സയാണ് ഡെന്റൽ ഇംപ്ലാന്റ്സ് അഥവാ കൃത്രിമ വേര് എന്ന് പറയുന്നത്. ഒന്നോ അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ പല്ലോ റീപ്ലേസ് ചെയ്യുന്ന അല്ലെങ്കിൽ മാറ്റിവെക്കുന്നതിന് സഹായിക്കുന്ന ഒരു ചികിത്സാ രീതിയാണ് ഡെന്റൽ ഇംപ്ലാന്റ്സ്. മുൻനിരയിലുള്ള പല്ലുകളിൽ വിടവുകൾ, അതുപോലെ വിരൂപമായിട്ടുള്ള ആകൃതിയുള്ള പല്ലുകൾ, അവയൊക്കെ മോടി കൂട്ടുന്ന രീതിയിലുള്ള മറ്റൊരു ചികിത്സാ രീതിയാണ് വെനീർ എന്ന് പറയുന്നത്. സിർക്കോണിയം ക്രൗൺസ്, ഓൾസറാമിക് ക്രൗൺസ്, ഇതെല്ലാം ഏറ്റവും ദന്തചികിത്സാ രീതികളിലെ ഏറ്റവും വളരെ നൂതനമായ ചികിത്സാ രീതികളാണ്. അതുപോലെ ലുമിനീർസ്, പല്ലിനെ ചെറുതാക്കാതെ തന്നെ ഒട്ടിച്ചു പിടിപ്പിക്കുന്ന ലുമിനീർസ് ഇതിൽ ഏറ്റവും മുൻപന്തിയിലുള്ള ചികിത്സാ രീതികളാണ്. ഇതെല്ലാം ഇപ്പോൾ ദുബായിലുള്ള ഈ കോസ്മോപോളിറ്റൻ മെഡിക്കൽ സെൻ്ററിൽ ചെയ്തു വരുന്നു. ഡെന്റൽ ഇംപ്ലാന്റ്സ്, അതായത് കൃത്രിമമായിട്ടുള്ള വേര്, സാധാരണഗതിയിൽ ചെയ്യുന്നത് ഒന്നോ അല്ലെങ്കിൽ ഒന്നിൽ കൂടുതലോ പല്ലുകൾ ഇല്ലാത്ത ആൾക്കാർക്കാണ് സാധാരണഗതിയിൽ ചെയ്യുന്നത്. മേൽത്താടിയിൽ 4 മാസത്തിന് ശേഷവും കീഴ്ത്താടിയിൽ 3 മാസത്തിന് ശേഷവും അത് തുറന്ന് രണ്ടാമത് അതിൻ്റെ മേലിൽ അബട്ട്മെൻറ്റ്സ് എന്ന് പറഞ്ഞ സാധനം പിടിപ്പിക്കുകയും 3 മാസം കീഴ്ത്താടിയിലിനും മേലിന് 4 മാസം മേൽത്താടിയിൽ 4 മാസം കൊടുക്കുന്നത് എല്ലുമായിട്ട് ചേർന്ന് ഈ ടൈറ്റാനിയം സ്ക്രൂ എന്ന് പറയുന്ന സാധനം എല്ലുമായിട്ട് ചേർന്ന് ഓഷ്യോ ഇൻറ്റഗ്രേഷൻ എന്ന് പറയുന്ന ഒരു പ്രക്രിയ നടക്കുന്നു. അതിൻ്റെ ഫലമായി ഇത് ശരീരത്തിന് തന്നെ ഒരു ഭാഗമായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ഇതിനുശേഷം അടുത്ത പ്രോസ്തറ്റിക് ഫേസിൽ ഈ പല്ല് സിറാമിക്കോ അല്ലെങ്കിൽ സിർക്കോണിയോ പലതരത്തിലുള്ള പല്ലുകളുണ്ട്, അത് സ്ക്രൂ ചെയ്തോ സിമെൻറ്റ് ചെയ്തോ പിടിപ്പിക്കുകയാണ് സാധാരണ ഇതിൽ ചെയ്യുന്നത്. ഇത് എല്ലായിടത്തും വളരെ വിപുലമായി ചെയ്യുന്നു, ഇവിടെയും ഇത് ചെയ്തു വരുന്നു. അതുപോലെ തന്നെ ഇതാണ് ഡെന്റൽ ഇംപ്ലാന്റ്സ്. ഇനി അടുത്ത വേറൊരു ചികിത്സാ രീതിയാണ്, അതായത് പല്ലിൻ്റെ നിറമില്ലാത്ത പല്ലുകൾക്കും ആകൃതി ഇല്ലാത്ത വിടവുള്ള പല്ലുകൾക്കും സാധാരണ രീതിയിൽ എത്രയും പെട്ടെന്ന് തന്നെ അത് ഒരു ഒരാഴ്ചയ്ക്കുള്ളിൽ ചെയ്ത് പിടിപ്പിക്കുന്ന ഒരു ട്രീറ്റ്മെൻറ്റാണ്, ഒരു ചികിത്സാ രീതിയാണ് വെനീർസ് എന്ന് പറയുന്നത്. വെനീർസ് എന്ന് പറയുന്നത് പല്ലിന് വളരെ 0.5 മുതൽ 0.7 വരെ പല്ലിൻ്റെ ഇനാമലിൻ്റെ സ്ട്രക്ചർ ചെറുതായിട്ട് രാവിക്കളയും അതിനുശേഷം ഇത് ഒരു പ്രത്യേകതരം സിമെൻറ്റ് കൊണ്ട് ഈ വളരെ കോണ്ടാക്ട് ലെൻസ് പോലുള്ള ഈ സിറാമിക് വെനീർസിനെ പിടിപ്പിക്കുകയാണ് സാധാരണ ഇതിൽ ചെയ്യുന്നത്. അതുപോലെ തന്നെ മറ്റൊരു ചികിത്സാ രീതിയാണ് ലുമിനീർസ് എന്ന് പറയുന്നത്. ലുമിനീർസ് സാധാരണ രീതിയിൽ ഇത് ഒട്ടും നോൺ ഇൻവേസീവ് ടെക്നിക്കാണ്, അതായത് പല്ലിന് ഒരു ക്ഷതം പോലും ഏൽപ്പിക്കാതെ തന്നെ ഒട്ടിച്ച് പിടിപ്പിക്കുന്ന വേറൊരു ചികിത്സാ രീതിയാണ് ലുമിനീർസ് എന്ന് പറയുന്നത്. അത് പല്ലിൻ്റെ ഘടന നോക്കിയിട്ട് നിശ്ചയിച്ച് അത് ഈ ട്രീറ്റ്മെൻറ്റ് നിശ്ചയിക്കുകയാണ് ചെയ്യുന്നത്. എല്ലാ 6 മാസം കൂടുമ്പോൾ
ദന്ത ഡോക്ടറെ കണ്ട് പല്ല് ശുചിത്വം വരുത്തുക. അതായത് സ്കെയിലിംഗ്, അൾട്രാസോണിക് സ്കെയിലിംഗ് ആൻഡ് പോളിഷിംഗ് ഡോക്ടറെ കണ്ട് ചെയ്യുകയും അതോടൊപ്പം തന്നെ അതിന് മറ്റു പല്ലുകൾക്കെല്ലാം എന്തെങ്കിലും കേടുപാടുണ്ടെങ്കിൽ അത് നേരത്തെ തന്നെ, അതായത് കേടായി വേദന വരുന്നതിന് മുമ്പ് തന്നെ മറ്റ് ചികിത്സകൾ ചെയ്ത് ഫില്ലിംഗ് അതുപോലുള്ള ചികിത്സ ചെയ്ത് സംരക്ഷിച്ചെടുക്കുന്നതാണ് ഏറ്റവും ഉത്തമം. വെൽക്കം ടു റിജൻ ലേക്ക് പാലസ് ഹോട്ടൽ. You're here at the Regent Lake Village on the Ashtamuri Lake on the island. So all of you come and enjoy this nature's beauty. Regent Lake Palace Hotel, Neendakara, Kollam, Kerala. Feltron, the future is on. ഹാപ്പി ലാൻഡ് അമ്യൂസ്മെന്റ് പാർക്ക്, തിരുവനന്തപുരം. ആരോഗ്യമുള്ള ശരീരത്തിലെ ആരോഗ്യമുള്ള മനസ്സുണ്ടാകൂ. നിങ്ങളുടെ മനസ്സും ശരീരവും ഉണർവുള്ളതാക്കാൻ ഞങ്ങൾക്ക് നിങ്ങളെ സഹായിക്കാൻ കഴിയും. ശാന്തവും സുന്ദരവുമായ അന്തരീക്ഷം ഹോട്ടൽ ജോയ്സ് പാലസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. ജോയ്സ് പാലസ്, ഹൈ ലക്ഷറി ബിസിനസ് ഹോട്ടൽ, TB റോഡ്, തൃശൂർ. നമ്മളുടെ സൗന്ദര്യ സങ്കല്പങ്ങൾക്ക് അഴകേകുന്നു ദുബായിലെ ഹെയർ സ്റ്റൈൽ ബ്യൂട്ടി പാർലർ. നമസ്കാരം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഹെന്ന ഡിസൈൻസിനെ കുറിച്ചാണ്. ഹെന്ന ഡിസൈൻ ഇന്ത്യൻ ഡിസൈൻ കൂടാതെ പാകിസ്ഥാനി ഡിസൈൻസ്, പിന്നെ അറബിക് ഡിസൈൻ ഇപ്പോൾ ശരിക്കും വളരെ പോപ്പുലറാണ്. അപ്പോൾ അറബിക് ഡിസൈനാണ് ഇപ്പോൾ നമ്മളിവിടെ കാണിക്കാൻ പോകുന്നത്. മോസ്റ്റ്ലി അറബിക് ഡിസൈൻ ചെറിയ ചെറിയ ഡിസൈൻസ് ആയിരിക്കും, ചെറിയ ഫ്ലവേഴ്സ്, ലീവ്സ്, പിന്നെ അതിൻ്റെ വള്ളികൾ, അതായിരിക്കുന്ന അറബിക് ഡിസൈൻസ് മോസ്റ്റ്ലി. അപ്പോൾ അറബിക് ഡിസൈൻ എങ്ങനെ ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം.
ഗീ റൈസ് റെസ്റ്റോറന്റ് കുക്കറി ഷോയുടെ പുതുപുത്തൻ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഗീ റൈസ് റെസ്റ്റോറന്റ് കുക്കറി ഷോയിൽ ഇന്നത്തെ വിഭവത്തിന് ഒരു പ്രത്യേകതയുണ്ട്. എന്താണെന്നല്ലേ, ഇത് ഷെഫിന്റെ സ്വന്തം റെസിപ്പിയാണ്. ഷെഫ് ഡെവലപ്പ് ചെയ്തെടുത്ത ഒരു ഡിഷ്, ചിക്കൻ പൊടിമാസ്. അതാണ് ഡിഷ്. ചിക്കൻ പൊടിമാസ് എന്താണെന്ന് അറിയാനും കാണാനും ഒരു ആകാംക്ഷയില്ലേ? അപ്പോൾ അതിപ്പോൾ നമ്മൾ കാണാൻ പോവാണ്. ഇവിടുത്തെ മാസ്റ്റർ ഷെഫ് സുനിൽ തന്നെയാണ് നമ്മൾ കാണിച്ചു തരുന്നത്. നമുക്ക് ചോദിക്കാം എങ്ങനെയാണ് ചിക്കൻ പൊടിമാസ് ഉണ്ടാക്കുന്നത്. അപ്പോൾ എന്താണ് അതിനുള്ള ആവശ്യമുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്? ചിക്കൻ കൊത്തി എരിഞ്ഞു വെച്ച ചിക്കൻ, ഓനിയൻ ചോപ്ഡ്, ഗാർലിക്, ചില്ലി, ടൊമാറ്റോ, ജിഞ്ചർ, കറി ലീവ്സ്, ടർമറിക് പൗഡർ, ചില്ലി പൗഡർ, കൊറിയാൻഡർ പൗഡർ, ചിക്കൻ മസാല, ഗരം മസാല, സാൾട്ട്, വെളിച്ചെണ്ണ. ചിക്കൻ പൊടി മാസം നമുക്ക് തുടങ്ങിയാലോ? ഓക്കെ. ആദ്യം പാൻ ചൂടാക്കാം. കോക്കനട്ട് ഓയിൽ എത്ര വേണം? 4 ടീസ്പൂൺ കോക്കനട്ട് ഓയിൽ. എണ്ണ ചൂടാവുമ്പോൾ കൊത്തി അരിഞ്ഞു വെച്ചിരിക്കുന്ന ഗാർലിക് ഇത് എത്ര വേണം? 1 ടീസ്പൂൺ ഗാർലിക്. ചെറുതായി കൊത്തിയരിഞ്ഞുകൊണ്ട് പെട്ടെന്ന് അങ്ങോട്ട് ആവും, സോട്ടാവും. 1/4 ടീസ്പൂൺ ജിഞ്ചർ, 1/4 ടീസ്പൂൺ ജിഞ്ചർ, ചില്ലി, 1 ടീസ്പൂൺ ചില്ലി. ഓക്കെ. ഇനി നമുക്ക് ഓണിയൻ ചോപ്പർ ഇടാം. 4 ടീസ്പൂൺ ചെറുതായിട്ട് കൊത്തിയരിഞ്ഞ സവാള കൊത്തിയരിഞ്ഞത് 4 ടീസ്പൂൺ വെച്ചിട്ട് നന്നായിട്ട് വെളിച്ചെണ്ണയിൽ കിടന്ന് സോട്ടായതിനു ശേഷം മസാലാസ് ആഡ് ചെയ്യും അല്ലേ? അപ്പൊ ആദ്യം ഏതാണ്? നമുക്ക് മഞ്ഞൾപ്പൊടി പേരിന് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ മുളക് പൊടി, കൊറിയാൻഡർ പൗഡർ 1/4 ടീസ്പൂൺ. അപ്പൊ അതിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി ഇത്രയും ചേർത്തു നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് സോട്ട് ചെയ്യാണ്. ഇതാണ് ഗീ റൈസ് സ്പെഷ്യൽ ടച്ച് എന്നൊക്കെ പറയില്ലേ, മസാല. ഇവരുടെ പ്രത്യേകം തയ്യാറാക്കിയ മസാലയാണ്. ഇതാണ് ഇതിന്റെ പ്രധാന ചേരുവ. ഇത് എത്ര വേണം? 1 ടീസ്പൂൺ. ഇത് ചിക്കൻ പൊടിമാസിന് ആവശ്യമായിട്ടുള്ള മസാലയാണ്. നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട്. ഇനി നമുക്ക് ചിക്കൻ ആഡ് ചെയ്യാം. ചിക്കൻ കൊത്തി നുറുക്കി വെച്ച ചിക്കൻ 1 കപ്പ്. ഗീ റൈസ് സ്പെഷ്യൽ മസാലയൊക്കെ പിടിച്ച് ചിക്കനൊക്കെ ഇങ്ങനെ നന്നായിട്ട് ഇങ്ങനെ സോട്ടായിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് നമ്മൾ എന്താ ചേർക്കുന്നത്? ക്രഷ്ഡ് ചില്ലി. ഇവിടെ പൊടിപ്പിച്ചതാണ്. അപ്പൊ അതാണ് ഇതിന്റെ ടേസ്റ്റ് എൻഹാൻസ് ചെയ്യുന്നത്. എത്ര വേണം? 1/4 ടീസ്പൂൺ. കറി ലീവ്സ് കുറച്ചേറെ ഇടാം അല്ലേ? ലാസ്റ്റ് സ്റ്റേജിലാണ് നമ്മൾ കറി ലീവ്സ് ഇട്ട് കൊടുത്തത്, അതിന്റെ സ്മെല്ല് പോവാതിരിക്കാൻ വേണ്ടിയിട്ട്. ആവശ്യത്തിന് ഉപ്പ്. ചെറുതായി കൊത്തി അരിഞ്ഞുകൊണ്ട് പെട്ടെന്നാവും. 2 ടീസ്പൂൺ ടൊമാറ്റോ കൊത്തി അരിഞ്ഞത്. ലാസ്റ്റ് ഗീ റൈസ് സ്പെഷ്യൽ ഗരം മസാല. അത് എത്ര വേണം? കുറച്ച്, 1 നുള്ള്. നമുക്ക് ഗാർണിഷ് ചെയ്തിരുന്ന പാത്രത്തിലോട്ട് നന്നായിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ട് ഒരു റോസൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഹാർട്ടിന്റെ ഷേപ്പിൽ ക്യാരറ്റും കുക്കുമ്പറൊക്കെ വെച്ചിട്ട് നന്നായിട്ട് ഗാർണിഷ് ചെയ്തിരിക്കുന്നു. അപ്പോൾ ഇതിനകത്തേക്ക് നമ്മൾ ചിക്കൻ പൊടിമാസ്, ഗീ റൈസ് സ്പെഷ്യൽ ചിക്കൻ പൊടിമാസ് ഇതിലേക്ക് ആവി വറുക്കുന്ന ചിക്കൻ പൊടിമാസ് സ്പെഷ്യൽ ഗീ റൈസ് സ്പെഷ്യൽ ചിക്കൻ പൊടിമാസ് ഇവിടെ റെഡിയാണ്. ടേസ്റ്റ് ചെയ്യാലോ? തീർച്ചയായും. കിഡിലൻ, നല്ലൊരു കിഡിലൻ ചിക്കൻ കറി. അല്ല, ഗീ റൈസ് സ്പെഷ്യൽ മസാലയാണ് എനിക്ക് കൂടുതലായിട്ട് കിട്ടുന്നത്. എനിക്ക് തോന്നുന്നു അതിന്റെ ഫ്ലേവറാണ്, അതുകൊണ്ടാണ് ഇത്ര ടേസ്റ്റ് വരുന്നത്. എന്നാലും നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ ട്രൈ ചെയ്ത് നോക്കാം.
Feltron, the future is on. ദ്വാരക വെജിറ്റേറിയൻ റെസ്റ്റോറന്റ് ഷാർജ ഫ്രൈഡേ ആൻഡ് സാറ്റർഡേ ബ്രേക്ക്ഫാസ്റ്റ് ബുഫേ വെറും 19 ദിറംസ് മാത്രം. ഫോൺ 0657335595. മുടക്കുന്ന തുകയ്ക്ക് വ്യക്തമായ മൂല്യം ലഭിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് ഷോപ്പിംഗിനായി ഗ്രീറ്റിംഗ് അൽ മദീന ഗ്രൂപ്പിന്റെ സൂപ്പർ മാർക്കറ്റുകളും ഹൈപ്പർ മാർക്കറ്റുകളും ഞാൻ തിരഞ്ഞെടുക്കുന്നത്. ഗ്രീറ്റിംഗ് അൽ മദീന ഗ്രൂപ്പ്, ഡോർ ടു ഫ്രഷ്നസ്. Homes no one wants to leave. Samson and Sons, builders and developers, Trivandrum. പെരിയാർ റൈസ്, പാരമ്പര്യത്തിന്റെ തനതായ രുചി, ആരോഗ്യത്തിന്റെ മികവാർന്ന ചേരുവകൾ, മലയാളിയുടെ മറ്റ് വിശിഷ്ട പ്രാതൽ വിഭവങ്ങളും. പെരിയാർ റൈസ്. Most trusted hair fixing name in Kerala, Gateway Beaumonts Hair Fixing. ഹെയർ ഫിക്സിംഗ് രംഗത്തെ വിശ്വസ്ത നാമം ഗേറ്റ്വേ ബ്യൂമൺസ്. 19 വർഷത്തെ സേവന പാരമ്പര്യം, ലക്ഷത്തിൽ പരം സംതൃപ്തരായ കസ്റ്റമേഴ്സ്. ഞാനൊരു മ്യൂസിക് ഡയറക്ടറും കൂടാതെ ഒരു സ്റ്റേജ് പെർഫോമറുമാണ്. ധാരാളം ചാനലുകളിലൊക്കെ പ്രോഗ്രാം കീബോർഡ് വായിക്കുന്ന ആളാണ് ഞാൻ. പക്ഷെ അവിടെയൊക്കെ ചെല്ലുമ്പോൾ മുടിയില്ലാത്തതിന്റെ പേരിൽ ഒരുപാട് പരിഹാസങ്ങൾ കേൾക്കാൻ ഇടയായിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഇന്ന് തന്നെ ഗേറ്റ്വേ ബ്യൂമോൺസിലേക്ക് പോവുകയാണ്. ഹായ്, ഇപ്പോൾ ഞാൻ വളരെ ഹാപ്പിയാണ്. കാരണം എനിക്ക് എന്റെ പഴയ ഹെയർ തിരിച്ചു കിട്ടി. അതിന് ഞാൻ ഗേറ്റ്വേ ബ്യൂമോൺസിനോട് നന്ദി പറയുന്നു. The most trusted hair fixing name in Kerala, Gateway Beaumonts Hair Fixing. Thanks to Gateway Beaumonts. The most trusted hair fixing name in Kerala, Gateway Beaumonts Hair Fixing. കോളേജ് ഡേയ്സ് മുതലേ എൻ്റെ മുടി കൊഴിഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അത് കാരണം പല പിള്ളേർ, എൻ്റെ ഫ്രണ്ട്സും ക്ലാസ്മേറ്റ്സും എല്ലാവരും എന്നെ പല രീതിയിൽ കളിയാക്കുന്നു, എന്നെ പല രീതിയിൽ പല പേര് വിളിക്കുന്നു. അപ്പോൾ ആ ഒരു കാരണം കൊണ്ട് മാനസികമായ ടെൻഷനും വല്ലാത്ത സാഡ്നെസ് തോന്നുവാണ്. ഓക്കെ അല്ലേ? ഇപ്പം കണ്ടല്ലോ. എത്ര സൂപ്പറാണ്. അതെ, ഇങ്ങനെ ചെയ്യാം. ഡോണ്ട് വറി, അത്ര സൂപ്പറായിരിക്കും. നമ്മൾ ചെയ്തെന്ന് പറഞ്ഞാൽ ചെയ്തത് തന്നെ. അത് യു ബിലീവ് ഇറ്റ്. ഇത് നോക്കിയിട്ട് നിങ്ങൾ വിശ്വസിച്ചേ പറ്റൂ. ഇവിടെ വരുന്ന മുമ്പ് ഞാൻ ഒരുപാട് ടെൻഷനിലായിരുന്നു. പക്ഷേ ഇപ്പോൾ ഗേറ്റ്വേ ബ്യൂമോൺസ് വന്നതിന് ശേഷം എനിക്ക് ഒത്തിരി കോൺഫിഡൻസും ഒരുപാട് സന്തോഷം തോന്നുന്നുണ്ട്. താങ്ക്സ് ടു ഗേറ്റ്വേ ബ്യൂമോൺസ്. എങ്ങനെയുണ്ട് നിങ്ങൾ പറയണം. The most trusted hair fixing name in Kerala, Gateway Beaumonts Hair Fixing. സൗന്ദര്യത്തിന്റെ കാര്യത്തിൽ തന്റേത് മാത്രമായ ഒരു ലോകം ഇന്ത്യയൊട്ടാകെ വ്യാപിപ്പിച്ചിരിക്കുന്നു. ഗേറ്റ്വേ ബ്യൂമോൺസ്. The most trusted hair fixing name in Kerala, Gateway Beaumonts Hair Fixing. May it spread all over India and keep delivering its trustworthy services. So Gateway Beaumonts has been catering to even film stars. So as a film star myself, so I am looking forward for the services of Gateway Beaumonts. And I would tell all the Bangaloreans that this is a trusted service. So without any fears, without any hesitation, do come to Gateway Beaumonts and get this amazing service done. ഹെയർ ഫിക്സിംഗ് രംഗത്തെ വിശ്വസ്ത നാമം ഗേറ്റ്വേ ബ്യൂമൺസ്. 19 വർഷത്തെ സേവന പാരമ്പര്യം, ലക്ഷത്തിൽ പരം സംതൃപ്തരായ കസ്റ്റമേഴ്സ്.
ഹെയർ ഫിക്സിംഗിന് എന്റെ ചോയ്സ് ഗേറ്റ്വേ ബ്യൂമൺസ്. The most trusted hair fixing name in Kerala, Gateway Beaumont's Hair Fixing. ഫോക്കസിന്റെ എല്ലാ സെഗ്മെന്റ്സും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എഴുതി അയയ്ക്കുക. അയക്കേണ്ട വിലാസം focus123@gmail.com. വീണ്ടും മറ്റൊരു മനോഹരമായ എപ്പിസോഡുമായി കാണാം. Until then, it's me, Sri, signing off. Tata. Hotel Joyce Palace Focus. This program is sponsored by Happy Land Water Theme Park, Thiruvananthapuram. Regent Lake Palace Hotel, Neendakara, Kollam, Kerala. Samson and Sons, Builders and Developers, Trivandrum. Periyar Rice. Feltron, the future is on. Greeting Al Madina Group, door to freshness. Dwaraka Vegetarian Restaurant, Sharjah.